ഹായ്, ഞാനിന്ന് മാമ്പഴ കൂട്ട് കൊണ്ടുള്ള ഒരു പുതിയ വെറൈറ്റി ഐറ്റവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്കിന്ന് മാമ്പഴം കൊണ്ട് ഒരു അച്ചാറുണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു അച്ചാറാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാമ്പഴത്തിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഞാനിവിടെ ജ്യൂസ് റെഡിയാക്കുന്നുണ്ട്. നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എനിക്ക് ഇഷ്ടംപോലെ മാമ്പഴം ഇപ്പോൾ ലഭിക്കുന്ന സമയമായതുകൊണ്ട് ധാരാളം മാമ്പഴം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അതിൻ്റെ കുറേ ജ്യൂസ് ഞാൻ റെഡിയാക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലെ മാമ്പഴം അല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെ മാമ്പഴം അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അടുത്തുനിന്നൊക്കെ മാമ്പഴം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കളക്ട് ചെയ്ത് ഇതുപോലെ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ജ്യൂസ് അതിൻ്റെ മാമ്പഴത്തിൻ്റെ ജ്യൂസ് മാത്രമായിട്ടാണ് എടുക്കുന്നത്. മാമ്പഴത്തിൻ്റെ ജ്യൂസ് എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്ന അച്ചാർ എന്ന് പറയുമ്പോൾ, മാമ്പഴ ജ്യൂസ് കൊണ്ടുണ്ടാക്കുന്ന അച്ചാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ തയ്യാറാക്കുന്നതിനുള്ള തിരക്കിലായിരിക്കും വീട്ടമ്മമാർ. അപ്പോൾ ഇതൊരെണ്ണം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് കുറച്ചിട്ട് കൊടുത്തു. കടുക് എണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 3-4 വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വറ്റൽ മുളക് ഒന്ന് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇവിടെ ചേർക്കുകയാണ്. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടെ ഇട്ട്, കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്തു. കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറിവേപ്പില കരിഞ്ഞു പോകരുത്. അതിൻ്റെ നിറം ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാനിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നല്ല തിക്കി ആയിട്ടുള്ള നല്ല കട്ടിക്കുള്ള ജ്യൂസ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റേതായി ഇവിടെ ഒരു പാത്രം നിറച്ച് തന്നെ എനിക്കുണ്ട്. അപ്പോൾ ഞാനതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനകത്തുള്ള എണ്ണയും കടുകും ഒക്കെ ഒന്ന് എല്ലായിടത്തും കൂടെ ഒന്ന് ആകുന്ന രീതിയിൽ, എല്ലായിടത്തും ഒന്ന് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് മിക്സായെന്ന് കണ്ടപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മസാലക്കൂട്ടുകൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സാക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ മുളക് പൊടിയാണ്. ഞാൻ അല്പം എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോളം ഉണ്ട്. അപ്പോൾ 1/2 ടീസ്പൂണ് വേണമെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ആ 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ആയതുകൊണ്ട് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് ഇളക്കിയെടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ തന്നെ മനസ്സിലാവും, മധുരമായി എരിവായി മാമ്പഴത്തിൻ്റെ പുളിയുണ്ട്, അതായത് ഉപ്പും കൂടെ ചേർക്കുന്നു. അപ്പോൾ എല്ലാ ടേസ്റ്റുകളും ചേർന്നിട്ടുള്ള ഒരു മാമ്പഴം കൊണ്ടുള്ള അച്ചാറാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതായത് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതും ഒന്ന് മിക്സാക്കി ഇനി നമ്മൾ ചേർക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒരു ടേസ്റ്റ് കൂട്ടാനുള്ളൊരു ഐറ്റമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കായപ്പൊടി, ആവശ്യത്തിന് കായപ്പൊടി എടുത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കായപ്പൊടി ചേർക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി നല്ലതുപോലെ ഒന്ന് കുറുകി വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് ഉച്ചയ്ക്ക് ലഞ്ചിനായിരുന്നാലും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിരുന്നാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നാലും ഒക്കെ നിങ്ങൾക്കിത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഞാനിപ്പോൾ വിനാഗിരി ചേർക്കുന്നില്ല. അപ്പോൾ എനിക്ക് വിനാഗിരി വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നല്ല ഒന്ന് കുറുകി വരുന്നത് പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എനിക്ക് ഏകദേശം നല്ല കുറുകലായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. എന്തായാലും മാമ്പഴം കൊണ്ടുള്ള അച്ചാർ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഞാൻ അമ്മയ്ക്ക് ഇതായി ഇവിടെ കൊടുക്കുന്നുണ്ട്. അമ്മ അത് ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അമ്മ പറഞ്ഞു നല്ല സൂപ്പറെന്ന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്